ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ 1200 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മെയിനായിട്ട് തന്നെ കണ്ടുവെക്കുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതാ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് 1200 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലായിട്ടാണ് കേട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ കോമ്പൗണ്ട് ആണെങ്കിലും ഇതുപോലെ ചുറ്റുമതിലൊക്കെ കെട്ടി മനോഹരാക്കിയിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തായാലും ഇതുപോലെ കട്ടൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മുറ്റം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ അപ്സ്റ്റെയറിൻ്റെ സീലിങ്ങിലായാലും വാളിലായാലും ഒക്കെ ഒരുപാട് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ചുറ്റുമതിലിൻ്റെ ടോപ്പിലായിട്ടും ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് കാണുന്നേക്കാളും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ രാത്രി സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റിൻ്റെ ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കിപ്പോൾ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും സിമ്പിളായിട്ടുള്ള പ്ലാന്റ്സൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. സിറ്റ് ഔട്ടോട് ചേർന്നിട്ട് ഇതുപോലെ 2 സ്റ്റെപ്പാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ള ടൈപ്പിലുള്ള സ്റ്റെപ്പാണ് വരുന്നത്. ആ ഒരു സ്റ്റെപ്പിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ പ്ലാന്റ്സൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 250x200 ഇവിടെയായാലും വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള 2 ചെയർസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ കാലിഗ്രാഫി ഫ്രെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റും ലൈറ്റൊക്കെ വരുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, അതും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫില്ലറും കൂടെ വരുന്നുണ്ട്, അതും ആ ഒരു വുഡൻ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ടിൽ 2 വിൻഡോസാണ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോറായാലും ഡിസൈൻ ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഹാൻഡിലും വുഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറിലായിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് വീടിൻ്റെ മറ്റെല്ലാ വശത്തേക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ സീലിങ്ങിലായാലും നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു വീടിൻ്റെ വാഷ് ഫേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാളിന് പകരമായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോ മൊത്തത്തിൽ ചെയ്തിട്ടുള്ള GIയിലാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന കർട്ടനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയൻ്റെ ഫ്ലോറിലായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് കളറിലായിട്ടാണ് വാഷ് ബേസ് വരുന്നത്. അതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റിലാണ്. പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതും ഒരു വുഡൻ തീമിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ മിററിൻ്റെ ഒരു ഏരിയയിൽ ഇതുപോലെ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയൻ്റെ വിശേഷങ്ങൾ കാണാം. ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെയർസായാലും ടേബിളായാലും മൊത്തത്തിൽ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പ് വരുന്നത് ഇറ്റാലിയൻ ഗ്രാനൈറ്റിലാണ്, അതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു വാളിലായിട്ട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ചെറിയ ഫ്രെയിമും കൂടെ വരുന്നുണ്ട്. ഒരു ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ മിഡിലായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമുക്കിപ്പോൾ ഷോക്കേസിൻ്റെ ഉപയോഗം കിട്ടും. അതുപോലെ TV യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗത്തായിട്ട് വാളിൽ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു വുഡൻ തീമിൽ വരുന്ന പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ ഇതുപോലെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അത് പ്രത്യേകമായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിലായിട്ടാണ് ഈ ഒരു ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട്. ഈ വീട് മൊത്തത്തിലൊരു ഗ്രീൻ ടച്ചിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഫർണിച്ചർ കാര്യങ്ങൾ ഒക്കെ ആയാലും ഒരു ഗ്രീൻ ടച്ചിലാണ് കേട്ടോ വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത്. വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു സോഫ സെറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കോഫി ടേബിളും കൂടെ വരുന്നുണ്ട്. സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കായിട്ട് വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള ജിയയിലാണ്, അതേപോലെ തന്നെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ള വുഡാണ്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയ ആയാലും ആ ഒരു ഗ്രീൻ കളർ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിലായാലും പിന്നെ സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഏരിയ ആയാലും ഒക്കെ ഒരു ഗ്രീൻ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് കിട്ടാവുന്ന രീതിയിൽ ഒരു ലെങ്ത്തിൽ വരുന്ന ടൈപ്പ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീലിങ്ങിലായാലും ഇതുപോലെ പാനലിംഗ് ഒക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഈ ഒരു വാളിലായാലും ഇതുപോലെ വാൾപേപ്പർ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്ങോട് കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഈ ഒരു വാളിലായിട്ടും ഇതുപോലെ വാൾപേപ്പർ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഇതുപോലൊരു വുഡിൽ വരുന്നൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റഡി ഏരിയ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായാലും ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് വരുന്നുണ്ട്. അതിലായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ സ്പേസും അതേപോലെ ഇവിടുത്തെ വാർഡ്രോബും ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും മൊത്തത്തിലൊരു വുഡൻ തീമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു മിറർ വരുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്തും സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു വീടിൻ്റെ ബെഡ് കോട്ട് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്കായിട്ടാണ് കേട്ടോ. ജിയയിലാണ് ഈ ഒരു ബെഡ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് പ്ലൈവുഡിലാണ്. ഒരു വൈറ്റും ഒരു ലൈറ്റ് ഗ്രീനും കളർ തീമിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈല് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ് ബേസിൻ്റെ ഏരിയ കൂടെ വരുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടും ഇതുപോലൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിലായിട്ട് ഇതുപോലെ വാൾപേപ്പർ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വുഡൻ തീമിൽ വരുന്ന ഒരു വാർഡ്രോബ് തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള സ്റ്റീലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടൈപ്പിലുള്ള കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീലിങ്ങിലായാലും സിമ്പിളായിട്ടുള്ള ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ജിയയിൽ തന്നെ ചെയ്തിട്ടുള്ള ബെഡ് കോട്ടാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. ഈ ഡോർ ഇതൊരു വ്യത്യസ്തമായ ഡിസൈനുകളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതും പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതാ ഫ്ലോറിലായിട്ട് ഒരു ഗ്രേ കളറിലെ ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വാളിലായാലും ഓഫ് വൈറ്റും ഒരു ലൈറ്റ് ഗ്രീനും ആ ഒരു ഷെയ്ഡിലുള്ള ടൈൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഇതാ നമ്മൾ ഈ ഒരു വീടിൻ്റെ കിച്ചണിലേക്കാട്ടോ പോകുന്നത്. കിച്ചണിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തിലായിട്ട് ഇതുപോലെ ഒരു ക്ലോക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കിച്ചണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ള അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഇവിടെ ഇതാ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കളർ തീം തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റിലാണ്. സ്റ്റോറേജ് ഏരിയക്ക് നല്ല രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേട്ടോ ഇത് കിച്ചണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ളൊരു ഏരിയ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റീലിൽ വരുന്ന സിങ്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പൊതുവെ ടേബിളാണല്ലോ കിച്ചണിൽ യൂസ് ചെയ്യുക. അതിന് പകരമായിട്ട് ഇതുപോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഗ്യാസും ഹോബും ഒക്കെ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിലായിട്ട് മൊത്തത്തിലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിൽ ചെറിയൊരു ആഷ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിങ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാമല്ലോ. ആ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീട് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു ഊഞ്ഞാലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കേട്ടോ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനിയും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.